എനിക്കത് നല്ലവണ്ണം അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നെയ്യാറ്റിൻകരയുടെ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട നമ്മൾ വിട്ടുപിരിഞ്ഞ സുന്ദരേശൻ നായർ സാറ് ആണ് ഇത്തരത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കുക. അത് ഇവിടെ MLA ആയിരുന്ന ശ്രീ SR തങ്കരാജൻ കൂടി എക്സ്-MLAയും കൂടി അതിൽ ചേർന്നു. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് നെയ്യാറ്റിൻകര ജില്ല വേണം എന്നൊരാവശ്യം മുൻപോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി 2-3 വർഷം വളരെ കഠിനമായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഞാൻ കാട്ടാക്കട MLA ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നോടൊരു പത്രം ചോദിച്ചത്, നെയ്യാറ്റിൻകര ജില്ല വേണമെന്ന് ആവശ്യപ്പെടുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടും. അതല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടില്ല, ഈ ജില്ല വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ മുൻ MLAമാർ ജില്ല വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് തുടങ്ങി വെച്ച നിരന്തരം നടത്തിയ പരിശ്രമങ്ങളെയെല്ലാം പുതിയതായി ഇവിടെ വന്ന ഒരു MLA വേണ്ട എന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ജില്ല വേണ്ട എന്ന് പറയുന്നുവെന്ന് പറഞ്ഞ് എന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ രാത്രിയാണ് ഇതിനെപ്പറ്റി മൊബൈലിൽ വന്ന അത് മുഴുവൻ പ്രതികരണവും ഞാൻ വായിച്ചത്. ഭാഗ്യത്തിന് ഒരു 50 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെപ്പറ്റി മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളത് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. എതിരായി അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ധരിക്കരുത്. എതിരായിട്ടാണത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രലേഖനാണ് എന്നോട് ചോദിച്ചത്. ആ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. എന്നിട്ട് അതെടുത്ത് ഒരു ജനപ്രതിനിധിയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്നെ തകർക്കും. ജില്ല വേണ്ട എന്ന് പറഞ്ഞു. വേണം എന്ന് പറഞ്ഞതിന് അതിന് കൈകാര്യം ചെയ്യുന്നു. ഇതാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ നിങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉള്ളവരാരും എന്നെ ഉപദ്രവിച്ചിട്ടുള്ളവരല്ല, അതെനിക്കറിയാം. എങ്കിലും പത്രക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു അഭിപ്രായത്തിൽ ഇതിനെന്താ ഒരു MLA എന്ന നിലയിൽ പറയുക? ജില്ല വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ കേന്ദ്രമാക്കി ഒരു ജില്ല വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ നെയ്യാറ്റിൻകരത്തെ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട നമ്മൾ വിട്ടുപിരിഞ്ഞ R സുന്ദരേശൻ നായർ സാറാണ്. സാറിവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. സാറാണ് ഈ നെയ്യാറ്റിൻകര ഒരു ജില്ല വേണം എന്നൊരാവശ്യം മുൻപോട്ട് ആദ്യം വയ്ക്കുന്നത്. അത് ഇവിടുത്തെ മുൻ MLA SR തങ്കരാജൻ സാറും അത് സപ്പോർട്ട് ചെയ്തു. ഈ രണ്ടുപേരും കൂടിയാണ് ഏതാണ്ട് ഒരു 4-5 വർഷക്കാലം ഇതേ ആവശ്യവുമായി മുൻപോട്ട് പോയത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത്. അത് നെഗറ്റീവായിട്ടാണ് ആളുകൾ എടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, സുന്ദരേശൻ നായർ സാർ പറയുമ്പോൾ അത് ശരിയാണ്, ഞാൻ പറയുമ്പോൾ തെറ്റാണ്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. R സുന്ദരേശൻ നായർ സാർ പറഞ്ഞാൽ അത് ശരിയാണ്, അതിന് ഒരു എതിർപ്പുമില്ല. ശക്തൻ പറഞ്ഞാൽ അത് തെറ്റാണ്, അതിനെ എതിർക്കും. എൻ്റെ ആഗ്രഹം നിൽക്കട്ടെ, അതിനൂടെ അതിന് പ്രസക്തിയില്ല. ഇതേ ആവശ്യം സുന്ദരേശൻ നായർ സാർ ഉന്നയിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല.